കരുതാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഏറ്റം വ്യസനപുത്രനായിരുന്ന എഫേസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഇസഹാക്കിനായൊരാട്ടുകൊറ്റനെ കരുതിയോൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഈ ഭാഗ്യകിരീടം നാം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്ര ബഹുമാന്യമായൊരു കാര്യമാണ്, എത്രമാത്രം സന്തോഷപ്രദമായൊരു കാര്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് ഈ വാടാത്ത കിരീടം നാം പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, അംഗം പൊരുതേണ്ടി വരുന്നുണ്ട്. അംഗം പൊരുതുക. പക്ഷേ ആ യുദ്ധത്തിൽ കർത്താവിൻ്റെ പക്ഷത്ത് നാം നിന്ന് യുദ്ധം ചെയ്താൽ നമുക്ക് ജയിക്കാം. യുദ്ധത്തിൽ നമുക്ക് മറുവിടമായി യേശു ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം. യേശു വേണം. യേശു ഇല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയം പറ്റിപ്പോകും. യേശു ജീവിതത്തിൽ വേണം. ഗോലിയാത്തിന് നേരെ ദാവീദ് ചെല്ലുമ്പോൾ മല്ലനായ ഗോലിയാത്ത് വിളിച്ച് പറഞ്ഞു, നീ എന്താണ് നായ എറിയാൻ വരുന്നത് പോലെ വരുന്നത്? നായ എറിയാൻ വരുന്നത് പോലെ, നായയുടെ മുമ്പിലേക്ക് വരുന്നത് പോലെ നീ എന്തായി കാണിക്കുന്നത്? കളിയാക്കി. നിന്നെ ഞാൻ പിച്ച് ചീന്തു എന്ന് തന്നെയാണ് ഗോലിയാത്ത് പറഞ്ഞത്. ആകാശത്തിലെ പറവകൾക്ക് നിന്നെ ഞാൻ ആഹാരമാക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദാവീദ് പറഞ്ഞു, ശരിയാണ്, നിൻ്റെ കാഴ്ചയിൽ ഞാൻ ബാലനാണ്, നിൻ്റെ നോട്ടത്തിൽ ഞാൻ യുവാവാണ്, നിൻ്റെ നോട്ടത്തിൽ ഞാൻ ബലഹീനനാണ്. പക്ഷേ ഞാൻ വരുന്നത് എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. എൻ്റെ കൂടെ ദൈവം ഉണ്ടായെന്ന് ഉറപ്പ്. യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ആ യുദ്ധത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടി. ഗോലിയാത്തിൻ്റെ നേരെ ആഞ്ഞെറിഞ്ഞ കല്ല് അവൻ്റെ ചെന്നിയിൽ തറച്ചു. അവൻ തലയിറങ്ങി വീണു. ഗോലിയാത്തിൻ്റെ ആ മല്ലൻ്റെ വാൾ ഊരിയെടുത്ത് അവൻ്റെ തലയറുത്തു ദാവീദ്. ഒരു കൈയിൽ മല്ലൻ്റെ വാൾ, മറ്റേ കൈയിൽ മല്ലൻ്റെ തലയുമായി ദാവീദ് പുഞ്ചിരിയോടെ നടന്നു വരുന്നത് ശൗൽ രാജാവ് കണ്ടു. ജനം ആർത്തു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ജയജീവിതം നമുക്ക് വേണം. ജയജീവിതം. പാവം വരരുത്, മാത്രം മതി. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഒരു ക്ലേശവും സഹിക്കേണ്ട, ഒരു പാവവും വരരുത്. നിർബന്ധം വേണം, മാത്രം മതി. ഒരണു പോലും പാവം വരരുത്. ഒരു നിസ്സാര കാര്യത്തിൽ പോലും പാവം വരരുത്. ഒരു വാക്കിൽ തെറ്റരുത്, ഒരു ചിന്താഗതിയിൽ തെറ്റരുത്, ഒരു മനോഭാവത്തിൽ തെറ്റരുത്. എവിടെയും നിഷ്പക്ഷമതിത്വവും സ്നേഹഭാവവും മാത്രം, നിഷ്പക്ഷഭാവവും മാത്രം. എവിടെയും ആരോടും പ്രത്യേകിച്ച് പക്ഷപാതമില്ല. എല്ലാവരെയും യേശുക്രിസ്തുവിൽ കൂടി കാണുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൽ കൂടി കാണുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജയിച്ച് മുന്നേറാൻ പറ്റുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ വിജയം കിട്ടുകയുള്ളൂ. അവർക്ക് കിരീടമുള്ളൂ. അനേകം പേര് ഓടാതെ കിരീടം പ്രാപിച്ച് നിൽക്കുമ്പോൾ ഇത് വാടാത്ത കിരീടമില്ല എന്ന് മാത്രമല്ല, കിരീടമില്ലാത്തവരായിട്ട് വെളിയിലേക്ക് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രയോ ഭയാനകമായ കാര്യമാണ്, എത്ര ലജ്ജാകരമായ കാര്യമാണ്. ഇത് അറിയുന്ന പൗലോസ്യ പറഞ്ഞു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ചു, അവസാനം ഞാൻ പ്രസംഗമൊക്കെ ചെയ്തു കഴിഞ്ഞു. അവസാനം യജമാനൻ വരുമ്പോൾ, അമ്പയർ വരുമ്പോൾ, നീ ആ മാറി നിൽക്ക് എന്ന് എന്നോട് പറയാൻ ഇടവരരുത്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിക്കുകയാണ്. ഉപവാസം എടുത്ത് ഞാൻ എന്നെ തന്നെ ദണ്ഡിപ്പിക്കുകയാണ്. വാക്യം ഓർക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ ശക്തമായ ഡിസിപ്ലിൻ നാം കൊടുക്കേണ്ടതാണ്. നാം തന്നെയാണ്, മറ്റാരുമല്ല. നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം പാലിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും, ഓരോന്നിലും. ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ല. ആരെയും ചെറുതായി കാണാൻ പാടില്ല. ആരെയും ചെറുതാക്കാൻ പാടില്ല. ആരോടും പരിഭവം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വളരെ വിശാലമായൊരു ഹൃദയമായിരിക്കും നമുക്ക്. സ്നേഹം മാത്രം. അവിടെ ഒന്നേ ഉള്ളൂ, സ്നേഹം മാത്രം. അവിടെ വിശുദ്ധി മാത്രം. അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മാത്രം. ഈ ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കാം. വാടാത്ത കിരീടം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ജീവന കിരീടം, മറ്റൊന്ന് വാടാത്ത കിരീടം. മൂന്നാമത്തേത് എന്താണ്? 1 തെസ്സലോനിക്കർ 2:19-20. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. പ്രശംസാ കിരീടം. നിങ്ങൾ, അല്ലയോ തെസ്സലോനിക്കരെ, നിങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പ്രശംസാ കിരീടമാണ്, ഞങ്ങളുടെ അഭിമാന ഭാജനമാണ്.
ഈ പൗലോസായി ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീർന്നു. മണവാട്ടി സഭയിൽ നിങ്ങൾ ചേർന്നു. ഭാഗ്യവശാൽ നിങ്ങൾ വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് നിങ്ങൾ പ്രശംസാകിരീടമാണ്, അഭിമാനഭാജനങ്ങളാണ്. പ്രശംസാകിരീടങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നേടുക, അനേകം ആത്മാക്കളെ നേടുക. പറ്റുന്നിടത്തോളം ഓടി നടന്ന് വേല ചെയ്യുക, പറ്റുന്നിടത്തോളം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ കഴിഞ്ഞു? പ്രസംഗിക്കണമെന്നൊന്നുമില്ല, ഒരു പ്രസംഗം വേണമെന്നില്ല. നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷം. ജീവിതം, നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ കർത്താവിലേക്ക് തിരിയണം. നിങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് കർത്താവിലേക്ക് തിരിയണം. നിങ്ങളുടെ സ്വഭാവത്തിലെ പക്വതയും പാകതയും കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് തിരിയണം. നിങ്ങളുടെ വിനയവും സൗമ്യതയും കണ്ട് മറ്റുള്ള ക്രിസ്തുവിലേക്ക് തിരിയണം. നിങ്ങളുടെ ദീർഘക്ഷമയും നിങ്ങളുടെ ജോലിയുള്ളത് ഉത്സാഹവും കണ്ട് മറ്റുള്ള ക്രിസ്തുവിലേക്ക് തിരിയണം. നിങ്ങൾ തുറയിൽ ജോലി ചെയ്യുന്നതോടെ ഏറ്റവും വിശ്വസ്തമായി ജോലി ചെയ്യുന്നുള്ളത് കണ്ടിട്ട് അനേക ക്രിസ്തുവിനെ കണ്ടെത്തണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുവരെ അങ്ങ് നടന്നില്ലെങ്കിൽ ഇനിയും തുടങ്ങാമോ നിങ്ങൾക്ക്? ഇനി പ്രശംസാകിരീടമായി അനുഗ്രഹീതരായ അനേകം ആത്മാക്കളെയും കൊണ്ട് കർത്തനിലേക്ക് ചെല്ലുവാൻ നിങ്ങളൊന്ന് ഒരുങ്ങുമോ? ഇനി ആത്മാക്കളെ നേടുവാൻ നിങ്ങളെ എന്താ സാധിക്കും? പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് ചിന്തയില്ലാത്തവരായി ജീവിക്കുന്നു, ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്താണ് തന്നതെന്ന് അറിഞ്ഞ് കർത്താവിന് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നതേ വാഞ്ചയില്ലാതെ ജീവിക്കുന്നു. അനേകർക്ക് യേശുവിനെ കൊടുക്കണം. ഈ സുവിശേഷത്തിൻ്റെ മർമ്മം അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അനേകർക്ക് ഈ ഭാഗ്യം കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ രക്ഷയ്ക്കൊരു വഴിയുണ്ട്. നിങ്ങൾ നിരാശപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ നിരാശയുള്ളവനായിരുന്നു. എനിക്ക് കർത്താവ് പ്രത്യാശ തന്നല്ലോ. എൻ്റെ നിരാശ കർത്താവ് മാറ്റിയല്ലോ. നിങ്ങൾക്കും തരും. ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. പറയണം, അനേകരോട് പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകണം. അനുഭവം ഇല്ലാതെ പറഞ്ഞാൽ പ്രയോജനമില്ല. അനുഭവത്തോടുകൂടി നിങ്ങൾ പറയണം. സുവിശേഷം പറയുന്നവരായിത്തീരണം. പ്രശംസാകിരീടം ആർജിക്കാൻ നിങ്ങൾ നോക്കണം. സുവിശേഷം പറയണം, ദൈവത്തിൻ്റെ വചനം പറയണം. നിങ്ങൾ പലരും വേല ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പലരും വേല ചെയ്യുന്നുണ്ട്. പക്ഷേ പോരാ എന്നത്രേ പറയുന്നത്. വേലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. വേലയുടെ ആഴം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. കുറേ നേരം ഇരുന്ന് നിങ്ങൾ വേദപുസ്തകം വായിക്കും, പിന്നെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ജീവിതത്തിലെ പാപങ്ങൾ കണ്ടുപിടിച്ച് ഏറ്റുപറയുകയോ ആ പാപങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളതായ പാപത്തിലേക്കുള്ള ചായ്വുകൾ എന്തെല്ലാമെന്ന് കണ്ടുപിടിച്ച് അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. എന്തുമെന്ന് കേൾക്കുന്നു, വചനം കേട്ടിട്ട് പോകുന്നു. പക്ഷേ നിങ്ങൾ വേല ചെയ്യുന്നില്ല. വേല ചെയ്യണം. ഓരോരുത്തരും, എത്ര പ്രായമായ ആളും വേല ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വേലക്കാരാകുക. പ്രായം നോക്കണ്ട, പ്രായപരിധി നോക്കണ്ട, വേലക്കാരാകുക. പ്രശംസാകിരീടം നിങ്ങൾ ആർജിക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദൈവവേല ചെയ്യുക. പക്ഷെ ഒരു കാര്യം, വേല ചെയ്യുമ്പോൾ, വേലയ്ക്കിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കളങ്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ തിരികെ ശത്രുവിൻ്റെ വെട്ടേൽക്കും. അത് ഓർത്തുകൊള്ളണം. യുദ്ധത്തിനാണ് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ജീവിതവിശുദ്ധി ഇല്ലെങ്കിൽ, നിങ്ങളുടെ പക്ഷത്ത് കർത്താവ് പ്രസാദിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ, നിങ്ങൾ വേലയ്ക്കിറങ്ങി ആരോടെങ്കിലും പറഞ്ഞാൽ ശത്രുവിൻ്റെ വെട്ടേൽക്കും, നിങ്ങൾ തീർന്നു പോകും. പിശാചുങ്ങൾ വെട്ടും. യുദ്ധത്തിനാണ് പോകുന്നത്. ഓരോ മനുഷ്യനും കൂടി പാർക്കുന്ന ദുരാത്മാവിനോട് പടവെട്ടാനാണ് പോകുന്നത്. ഞാൻ പറയാറുണ്ട്, ആരെങ്കിലും ഇതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണെങ്കിൽ വളരെ വിനയപൂർവ്വം പോന്നിച്ചാൽ മതി, ഒന്ന് തർക്കിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തർക്കോത്തരമായിട്ട് പറയുകയോ വിമർശിച്ചെന്തെങ്കിലും പറയുകയോ തെറ്റിദ്ധാരണ കൊണ്ട് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അത് കേൾക്കാൻ നിൽക്കേണ്ട. വളരെ വിനയപൂർവ്വം ഒതുങ്ങി, ക്ഷമിക്കണം, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് വേഗം പോന്നേക്കുക പ്രിയപ്പെട്ടവരെ. കാരണം അവിടെ നാം പിന്തിരിഞ്ഞു പോരുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അടിച്ചേൽപ്പിക്കേണ്ടതല്ല സുവിശേഷം, ഇങ്ങനെ നിർബന്ധിച്ച് പരിപാലിക്കേണ്ടതല്ല സുവിശേഷം. ഇതാർക്കും ലഭിക്കാവുന്ന ഒരു മഹാഭാഗ്യമാണ്. അതിനുവേണ്ടി ജനത്തെ നിങ്ങൾ ഉത്സുകരാക്കുക, ഉത്സാഹമുള്ളവരാക്കി തീർക്കുക. പ്രശംസാകിരീടം പ്രാപിക്കുക. കടന്നു ചെല്ലുമ്പോൾ പ്രശംസാകിരീടം വേണം. അല്ലയോ തെസ്സലോനിക്കരെ, നിങ്ങളാണ് എൻ്റെ പ്രശംസാകിരീടം. സ്തോത്രം. നിങ്ങളാണ് എൻ്റെ പ്രശംസാകിരീടം. എൻ്റെ അഭിമാന വിഷയം നിങ്ങളാണ്. നിങ്ങളാണ് എൻ്റെ പ്രശംസാ വിഷയം. അപ്പോസ്തലൻ പറയുകയാണ്, തെസ്സലോനിക്ക സഭയിൽ അപ്പോസ്തലൻ നിന്ന് പ്രസംഗിച്ചു. അവിടെ സഭയുണ്ടായി. ആ പ്രദേശത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ അനേകർ വിശ്വസിച്ചു. അവിടെ ഒരു സഭയുണ്ടായി. ആ ജനം, അവരാണ് അപ്പോസ്തലൻ്റെ പ്രശംസാകിരീടമായിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് ജീവൻ്റെ കിരീടം, മറ്റൊന്ന് വാടാത്ത കിരീടം, മൂന്നാമത് പ്രശംസാകിരീടം, നാലാമത്തേത് വായിക്കാം. 2 തിമോഥെയോസ് 4:6. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം
ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നീയോ സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. മകനെ തിമോത്തിയോസേ, ഞാനിതാ അധികം താമസിയാതെ ഞാൻ മരിക്കും, എന്നെ കൊല്ലും, പാനീയകമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, എൻ്റെ കഴുത്ത് വെട്ടും, ചോരി ഒഴുകും. മകനെ, ഞാൻ ഇതാ പാനീയകമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഉറപ്പായി എനിക്ക് മരണം അടുത്തിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഈ റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഞാൻ മരിക്കാൻ പോവുകയാണ്. മകനെ, ഇത് എൻ്റെ ലാസ്റ്റ് ലെറ്ററാണ്, എൻ്റെ അവസാനത്തെ എഴുത്താണ്, നിന്നോട് അറിയിക്കാനുള്ള അവസാന സന്ദേശമാണ് ഈ പറയുന്നത്. അധികം താമസിക്കുകയില്ല, ഞാനും ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാൻ നല്ല പോർ പൊരുതു, നല്ല പോരാട്ടം ഞാൻ പോരാടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കും. സ്തോത്രം. അപ്പോൾ അത് പറയുകയാണ്, മരിക്കാറായി, നിന്നെ കാണുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. നീ ശീതകാലം വരുന്നതിന് മുമ്പ് ഒന്ന് വന്നാൽ വലിയ ഉപകാരമായിരുന്നു. എനിക്കറിയാം, നിനക്ക് എഫെസോസിൽ ഒരു ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് നിനക്ക് വലിയ ഉത്തരവാദിത്വം കൊണ്ടെന്ന് എനിക്കറിയാം. തിമോത്തിയോസേ, നിനക്ക് പല ചുമതലകൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് എനിക്കറിയാം. നീ അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വരാൻ നോക്കിയാൽ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും, കാണാൻ പറ്റിയില്ലെന്ന് വരും. എന്നെ കൊല്ലുന്ന എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോമൻ പടയാളികൾ എന്നെ കൊല്ലാൻ വിട്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കഠിന തടവിലിട്ടിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യത്തെ തടവ് കഠിന തടവല്ലായിരുന്നു, ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, വളരെ കഠിനമായ തടവാണ്. ഈ തടവിൽ വെച്ച് എന്നെ അവർ കൊല്ലും, കഴുത്ത് വെട്ടും. മകനെ തിമോത്തിയോസേ, നീ ഒന്ന് ശീതകാലം വരുന്ന മുമ്പ് വരാൻ ശ്രമിക്കാമോ? ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വെച്ചു വന്ന പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുവരാമോ? പുതപ്പും കൊണ്ടുവരണേ, മറക്കല്ലേ. ശീതകാലം കഴിയുന്നതിന് മുമ്പ് നീ വരാൻ ശ്രമിക്കുക. മകനെ, നീ വരുമ്പോൾ ആ പുതപ്പ് എടുത്തുകൊണ്ട് പോരണം. കർപ്പോസിൻ്റെ പക്കൽ ഞാൻ വെച്ചു വന്ന പുതപ്പും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. എനിക്ക് അത് ഈ തണുപ്പ് കാലത്ത് പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് എഴുതുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇതാ എൻ്റെ നിര്യാണകാലം എടുത്തു, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, എൻ്റെ നിര്യാണകാലം എടുത്തു. പക്ഷേ എനിക്ക് ഒരാശ്വാസമുണ്ട്, ഞാൻ നല്ല പോരാട്ടം പോരാടി, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓ, എന്തൊരു ഭാഗ്യം! ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യം! പോലീസിലേക്ക് എന്തൊരു ഉറപ്പ്, എന്തൊരു ധൈര്യം! കഴുത്ത് വെട്ടിയാലെന്ത്, എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നല്ലത്. കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു, നീതിയുടെ കിരീടം. ഞാൻ ശുശ്രൂഷ നടപടിയായി നിവർത്തിച്ചിട്ടാണ് കടന്നു പോകുന്നത്. എന്നെ ഏൽപ്പിച്ച വേല ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. നല്ല പോരാട്ടം ഞാൻ പോരാടിയിരിക്കുന്നു. ഞാൻ വിശ്വാസം കാത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ഓട്ടം തികച്ചിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഞാനും ഞെട്ടുന്നു, നിങ്ങളും ഞെട്ടണം. കാരണം നാം വിശ്വാസം കാത്തുവോ? നാം ഓട്ടോടെ തികച്ചുവോ? നമ്മെ വരവേൽച്ച വേലകൾ വിശ്വസ്തയോടെ നിവർത്തിച്ചുവോ? നമുക്ക് തന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം പ്രിയ കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുത്തിയോ? നമുക്ക് തന്ന ആരോഗ്യം ക്രിസ്തുവിന് വേണ്ടി ചെലവഴിച്ചോ? നമുക്ക് തന്നതായ ചില അനുഗ്രഹങ്ങൾ, ഒരുപക്ഷേ നമുക്ക് വചനം പറയാനുള്ളതായ ഭാഷ, വചനം പറയാനുള്ളതായ ശബ്ദം, ഇതെല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചുവോ? എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം അത് ഞാൻ ഉപയോഗിച്ചുവോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് അല്പം ലജ്ജയോടെ പറയട്ടെ, ആളുകളാരെങ്കിലും വണ്ടി കൊണ്ട് വന്ന് ക്ഷണിച്ച് വിളിച്ച് ഓമനിച്ച് ആദരിച്ച് കൊണ്ടുപോയി വളരെ ആദരിച്ച് പ്രസംഗത്തിന് അവിടെ കൊണ്ടുപോയി നിർത്തും. വളരെ വളരെ അഭിമാനത്തോടെ തിരിച്ചു പോരുകയും ചെയ്യും. അതൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാനും ലജ്ജിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലന് അങ്ങനെയല്ലായിരുന്നു. ചെന്നിടത്തെല്ലാം എതിർപ്പായിരുന്നു. ചിലർ എറിയാൻ കല്ലെടുത്തു, ചിലരെ കൊല്ലാൻ കൂട്ടം കൂടി വന്ന് പിടിച്ചു.
എഫേസോസിൽ വെച്ച അപ്പോസ്തലനെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു അവർ. എഫേസിയുടെ അർത്തമിസ് മഹാദേവി എന്ന് പറഞ്ഞാൽ അവർ ആർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ ദേവിയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കരുതിയതുകൊണ്ട് പിന്നെയും ആയുസ് നീട്ടിക്കൊടുത്തു. അവിടെ നിന്ന് എങ്ങനെയോ ഒഴിവായി പോന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ആപത്തുകൾ. ഇതെല്ലാം വന്നപ്പോഴും പൗലോസ്ലീഹ അല്പം പോലും തളർന്നില്ല. കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. വേദപുസ്തകത്തിലെ ഒരു വെള്ളി നക്ഷത്രമാണ് പൗലോസ്ലീഹ. സഭയുടെ ആ അന്തസത്ത ആവാഹിച്ചെടുത്തൊരു പുണ്യപുരുഷനാണ് പൗലോസ്ലീഹ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പരിശുദ്ധനായ ദിവ്യപുരുഷൻ. ലോകം വേണ്ട എന്ന് തീരുമാനിച്ചയാൾ, ലോക ഇമ്പങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചയാൾ, എല്ലാം ചപ്പെന്നും ചവറെന്നും പറയില്ല എണ്ണി എറിഞ്ഞു കളഞ്ഞയാൾ. ഒന്നും വേണ്ട എനിക്ക്. സ്തോത്രം. പൗലോസ്ലീഹയുടെ ആ വിശ്വാസദാർഢ്യവും സമർപ്പണത്തിൻ്റെ ആഴവും ആർക്കുണ്ട്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ പറയട്ടെ. ഞാനും ആശയോടെ പറയുകയാണ്, ഒരു നാൾ നാം കടന്നു ചെല്ലുമ്പോൾ, കർത്താവേ, ഞാൻ ഓട്ടം തികച്ചിട്ടാണ് വരുന്നത്. നീ എന്നെ ഏൽപ്പിച്ച വേല പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കർത്താവേ, നീ എന്നെക്കുറിച്ച് ആഗ്രഹിച്ച വേലയെല്ലാം ഞാൻ പൂർത്തീകരിച്ചു, നിനക്കറിയാമല്ലോ. എന്നിൽ നീ പ്രതീക്ഷ വെച്ചതെല്ലാം ഞാൻ നിവർത്തിച്ചു, നിനക്കറിയാമല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നീതിയുടെ വഴിയിൽ കൂടി നടന്നു, അനേകരെ നടത്തി, നിനക്കറിയാമല്ലോ. കർത്താവേ, ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു, എൻ്റെ വേല തികച്ചു, ഞാൻ വിശുദ്ധിയെ തികച്ചു. എൻ്റെ കർത്താവേ, ഞാൻ ആരാധിക്കുന്ന സ്തുതിയെ തികച്ചു. കർത്താവേ, ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ഞാൻ നിറപടിയായി എല്ലാം നിവർത്തിച്ചിരിക്കുന്നു. കർത്താവേ, ഞാനിതാ എൻ്റെ സന്നിധിയിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു വാസ്തവമായ ബോധ്യത്തോടെ കടന്നില്ല നമുക്ക് സാധിക്കുമോ? വേണം പ്രിയരെ, വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, ഞാൻ മരണാസന്നായി കിടന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ചിന്തിച്ചു. വാക്യങ്ങളെല്ലാം ഞാൻ കാണാതെ എല്ലാം ഉരുവിട്ടു. ഞാൻ നല്ല പൂർവ്വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതി ഗ്രഹണിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന വാക്യം വീണ്ടും വീണ്ടും പറഞ്ഞു. കർത്താവേ, എന്തെങ്കിലും എൻ്റെ പേരിൽ മാലിന്യമുണ്ടോ? എല്ലാം ഇപ്പോൾ മനസ്സലിഞ്ഞ് കഴുകിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും ഇനിയും തിരുത്താനുണ്ടോ കർത്താവേ? എന്തെങ്കിലും തിരുത്താനുണ്ടോ കർത്താവേ? എല്ലാം കഴുകിക്കളയണമേ. മരണം അടുത്ത് വന്നിരിക്കുന്നു കർത്താവേ, എല്ലാം കഴുകിക്കളയണമേ. അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്ത് വരുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല, ശബ്ദം പുറത്ത് വരുന്നില്ല. ഞാൻ രോഗക്കിടക്കിൽ നിന്ന് എഴുന്നേറ്റു വന്നു, ശബ്ദം പുറത്ത് വരുന്നില്ല. ഞാൻ ഓർത്തു എൻ്റെ പ്രസംഗം തീർന്നോ എന്ന്. സ്തോത്രം. വചനം പറയാനുള്ളതായ എൻ്റെ ശബ്ദം പോയോ എന്ന്. ഞാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്ത് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് കൃപയാൽ ആയുസ്സ് നീട്ടി തന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനെ പോലെ കർത്താവ് എന്നെ ഭൂമിയിൽ നിർത്തി. സ്തോത്രം. മരണദൂതനെ കർത്താവ് മാറ്റി നിർത്തി. കർത്താവ് എനിക്ക് ആയുസ്സ് തന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ലവനായ യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി കിരീടം വേണമോ? യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് 1000 പ്രാവശ്യം പറഞ്ഞാലും തീരുകയില്ല. അത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും കരുതുന്നു, നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ കർത്താവ് മറന്നു തരും, എല്ലാം മറച്ചു തരും, എല്ലാം വായിച്ചു തരും. മറന്നും മറച്ചും അയച്ചും തരുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ കാണുക, ആ സ്വർഗീയ സ്നേഹത്തെ നിങ്ങൾ കാണുക. നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിങ്ങൾ തന്നെ താഴ്ത്തുക. കർത്താവിൻ്റെ ഒരു വാക്ക് പറയുക, കർത്താവേ, കാലങ്ങൾ പാഴായിപ്പോയല്ലോ, അനേകം വർഷങ്ങൾ പാഴായിപ്പോയല്ലോ. എൻ്റെ കർത്താവേ, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാമായിരുന്നു പലതും ചെയ്തില്ലല്ലോ. എൻ്റെ കർത്താവേ, കുറച്ചുകൂടി കൂട്ടായ്മകൾ പങ്കെടുക്കാമായിരുന്നു, ചെയ്തില്ലല്ലോ. പലരും പറഞ്ഞ് തിരിച്ച് ഞാൻ കൂട്ടായ്മയിൽ പോകാതിരുന്നു. എൻ്റെ കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ. എൻ്റെ മാന്യ സ്നേഹിത, നീ ഇപ്പോൾ ദൈവത്തോട് പറയൂ, കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ കണക്കിടല്ലേ, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ, എൻ്റെ കടങ്ങളും പാവങ്ങളും മോചിക്കണമേ. എൻ്റെ കർത്താവേ, അറിഞ്ഞു മര്യാദയും ചെയ്തു പോയ പാവങ്ങളും കടങ്ങളും എല്ലാം മോചിച്ച് എനിക്ക് മാപ്പ് തരണമേ. യേശുവേ, എന്തിന് തിരക്തത്താലുള്ള അടയാളം എനിക്ക് തരണമേ. കർത്താവേ, ആ മുദ്ര എനിക്ക് തരണമേ. ഇപ്പോൾ ഞാൻ പുതിയ തീരുമാനം എടുക്കുകയാണ്. പലപ്പോഴും എടുത്ത തീരുമാനം ഞാൻ തെറ്റിച്ച് കളഞ്ഞു. പലപ്പോഴും തീരുമാനത്തിൽ ഞാൻ പുറകോട്ട് പോയി. പലപ്പോഴും തീരുമാനത്തിൻ്റെ വീര്യം കുറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ വീണ്ടും തിരുമുമ്പാകെ ഞാൻ വാക്ക് പറയുകയാണ്. കർത്താവേ, എൻ്റെ ആയുസ്സിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. യേശുവേ, മനസ്സലിയണമേ. എൻ്റെ യേശുവേ, മനസ്സലിയണമേ.
അവിടെ തിരുരാവിനൊഴിയ തിരക്തത്താൽ ഇപ്പോൾ എനിക്ക് മുദ്രയണീച്ച് തരണമേ കർത്താവേ. എൻ്റെ നെറ്റിയിൽ നിൻ്റെ കുരിശടയാളിട്ട് തരണമേ കർത്താവേ. തിരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തന്ന് എന്നെ അവിടെ സ്വീകരിക്കണമേ കർത്താവേ. ഞാൻ മനസ്സോടെ സാത്താനെ ഉപേക്ഷിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ സ്വന്തം മനസ്സോടെ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ മിശിഹാതമ്പുരാനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ ഇതാ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. എൻ്റെ യേശുവേ, നിന്നെ കടന്നു പോകല്ലേ. യേശുവേ, എന്നെ തൊടാതെ കടന്നു പോകല്ലേ. എൻ്റെ പാവം ക്ഷമിക്കാതെ കടന്നു പോകല്ലേ. ഇപ്പോൾ എന്നെ നീ നീ കടന്നു പോകല്ലേ. എന്നെ പുതുതാക്കാതെ കടന്നു പോകല്ലേ. യേശുവേ, നീ എൻ്റെ അരികിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് വാഴണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായ തീരുമാനമായിരിക്കണം. കർത്താവേ, ഇനി പുറകോട്ടില്ല, ഞാൻ മുന്നോട്ട് യേശുവിൻ്റെ വഴിയെ മുന്നോട്ട് പോകും. കർത്താവേ, സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കും, എല്ലാവരെയും ഞാൻ മാനിക്കും, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണും. എൻ്റെ കർത്താവേ, ഞാൻ യേശുവിൻ്റെ ഭാവത്തോടെ നിൽക്കും. എൻ്റെ കർത്താവേ, ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ. ആണിപ്പാടുള്ള കരം തലമേലെന്ന് വയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആണിപ്പാടുള്ള കരം, തിരക്തം പൊടിയുന്ന കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാഥ, നീ തൃക്കരനെ തലമേൽ വയ്ക്കണമേ. നിൻ്റെ തിരക്തം നെറ്റിയിൽ പുരട്ടണമേ. യേശുവേ, ഇപ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും, നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിന് മക്കളെല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ, അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സൗഭാഗ്യം നൽകണമേ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.